യൂട്യൂബ് തരുന്ന യൂട്യൂബിന്റെയും മ്യൂസിക്കും മാത്രം നമ്മുടെ വീഡിയോയ്ക്കും ഷോർട്സിനും ആഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കോപ്പി റൈറ്റ് ഇല്ലാത്ത സൗണ്ട്സ് എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം എന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ പോലെ ചെറിയൊരു യൂട്യൂബറാണ്. എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ ഓരോന്നും ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് കുറേ പല വീഡിയോസ് ഒക്കെ ചെയ്ത് മോണിറ്റൈസേഷൻ ആയ ശേഷമാണ് യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയത്. അതും ഓരോരുത്തര് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് കേട്ടോ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വിഷയം എന്നത് നോ കോപ്പിറൈറ്റ് മ്യൂസിക് വീഡിയോയിലായാലും ഷോർട്സിലായാലും എങ്ങനെ ആഡ് ചെയ്യാം എന്നതാണ് കേട്ടോ. യൂട്യൂബ് ലൈബ്രറിയിൽ തന്നെ ഒരുപാട് ഫ്രീ മ്യൂസിക്കുകൾ അവൈലബിൾ ആണ്, ഷോർട്സിലായാലും വീഡിയോസിലായാലും ആഡ് ചെയ്യാം. പക്ഷേ ക്രോമിലൂടെ ഡെസ്ക്ടോപ്പ് മോഡിൽ നമ്മുടെ ഡാഷ്ബോർഡ് ആക്കിയിട്ട ശേഷം നമുക്ക് ഓരോന്നും സെർച്ച് ചെയ്ത് വേണ്ടത് നോക്കി സെലക്ട് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഒരു ആപ്പിലൂടെ പെട്ടെന്ന് നമുക്ക് അതിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. പല ആപ്പിൽ നിന്നും നമ്മൾ മ്യൂസിക് ആയാലും സൗണ്ട്സ് ആയാലും ഫ്രീ ആണെന്ന് പറഞ്ഞ് എടുക്കാറുണ്ട് അല്ലേ. അതൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് വീഡിയോയ്ക്കായാലും ഷോർട്സിനായാലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആവുമ്പോൾ ചിലപ്പോൾ കോപ്പിറൈറ്റ് അല്ലെങ്കിൽ റീയൂസിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് തരുന്ന യൂട്യൂബിന്റെയും മ്യൂസിക്കും മാത്രം നമ്മുടെ വീഡിയോയ്ക്കും ഷോർട്സിനും ആഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റീയൂസിലും കോപ്പിറൈറ്റ് ഒന്നും വരാതെ നോക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. യൂട്യൂബ് ലൈബ്രറിയിലെ മ്യൂസിക്കുകൾ നമ്മൾ കേൾക്കാൻ പറ്റും, പക്ഷെ നമുക്ക് ഓരോ നമ്മുടെ വീഡിയോന്റെ കൂടെ ആഡ് ചെയ്ത് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അങ്ങനെ മനസ്സിലായോ? അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ സിറ്റുവേഷൻസ് ഓരോ വീഡിയോയിലെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ആ വീഡിയോയ്ക്ക് അനുയോജ്യമായ മ്യൂസിക് ഏതാണെന്ന് നോക്കി നമുക്ക് ആഡ് ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ അടുത്തത് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് യൂട്യൂബിന്റെ തന്നെ ഫ്രീ ആപ്പ് ആയിട്ടുള്ള വൈറ്റി ക്രിയേറ്റ് എന്ന ആപ്പിലൂടെയാണ് ഇത് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് പലർക്കും അറിയത്തില്ല. അപ്പൊ ഞാനൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. വൈറ്റി ക്രിയേറ്റ് ആപ്പിലൂടെ നമ്മുടെ ഫ്രീ മ്യൂസിക്കുകൾ ആഡ് ചെയ്യും. നമ്മുടെ വീഡിയോയ്ക്കായാലും ഷോർട്സിലായാലും ആഡ് ചെയ്ത് നോക്കിയിട്ടാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആഡ് ചെയ്തിട്ട് വേണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് യൂട്യൂബ് ലൈബ്രറിയിൽ നേരിട്ട് അങ്ങോട്ട് പോവുകയാണെന്ന് വെച്ചാൽ, ഡാഷ്ബോർഡിലേക്ക് പോയിട്ട് യൂട്യൂബ് ലൈബ്രറി ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതൊരു ബുദ്ധിമുട്ടാണ്. നന്നായിട്ട് സെർച്ച് ചെയ്ത് നമ്മൾ ഒരു സോങ് എടുക്കും, അല്ലെങ്കിൽ മ്യൂസിക് എടുക്കാറുണ്ടല്ലേ, എടുത്തിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് നമുക്ക് ആ സിറ്റുവേഷന്റെ കൂടെ ആഡ് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പൊ ഞാൻ നമ്മുടെ വൈറ്റി ക്രിയേറ്റ് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് ഫ്രീ മ്യൂസിക് എടുക്കുന്നത് എന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഏകദേശം 85-ൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ കാണുക കേട്ടോ. ബിഗിനേഴ്സിനായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ഓക്കെ, ക്രോമിലൂടെയോ ഗൂഗിളിലൂടെയോ പോയിട്ട് വൈറ്റി സ്റ്റുഡിയോ ലോഗിൻ അടിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം കാണുന്ന ലോഗിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡാഷ്ബോർഡ് ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഡാഷ്ബോർഡ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കാണുന്ന മ്യൂസിക്കിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മ്യൂസിക് ലൈബ്രറിയിലുള്ള എല്ലാ മ്യൂസിക്കുകളും കാണാൻ സാധിക്കും. കണ്ടില്ലേ? അപ്പോൾ ഇത്രയും മ്യൂസിക്കുകളുണ്ട് കേട്ടോ. ഇനിയും ഒരുപാട് മ്യൂസിക്കുകളുണ്ട്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇവിടുന്ന് തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ആ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്ന് കാണിക്കും. അപ്പോൾ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ ഡൗൺലോഡ് ആയി കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഗാലറിയിലോട്ട് പോകുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് അവിടുന്ന് നമ്മുടെ വീഡിയോയ്ക്ക് മ്യൂസിക് ആഡ് ചെയ്യാം. അല്ലാതെ ഇവിടുന്ന് നേരിട്ട് തന്നെ നമുക്ക് ആഡ് ചെയ്തും കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മ്യൂസിക്കിൽ പോയി കഴിഞ്ഞാൽ ഇത് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ആഡായി കിട്ടുന്നതായിരിക്കും. പക്ഷേ അതിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. കാരണം നമുക്ക് ഏത് സോങ് ആണെന്ന് അറിയാൻ പറ്റും, മ്യൂസിക് ആണെന്ന് അറിയാൻ പറ്റത്തില്ല. അതിനാണ് ഞാൻ ഒരു ആപ്പിലൂടെ ഇത് എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് ചൂസ് ചെയ്ത് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാൻ പറ്റുന്നത് എന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡിഫോൾട്ട് ഇതാണ്. അപ്പോൾ ഇത് ഞാൻ ചുമ്മാ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഇതറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും കാണിച്ചു തരുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും ആപ്പിലൂടെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇത്രത്തോളം ഫ്രീ മ്യൂസിക്കുകളാണ് ഉള്ളത്. കോപ്പിറൈറ്റ് ഒന്നും വരത്തില്ല.
അപ്പോൾ ഞാൻ എങ്ങനെയാണ് നമുക്ക് YT Create ആപ്പിലൂടെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് മ്യൂസിക് ആഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ബാക്ക് എടുത്തിട്ട് YT Create ആപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ക്രിയേറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. താഴെ കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിലോട്ട് പോകും. ഇഷ്ടമുള്ള ഒരു വീഡിയോ ഷോർട്ടോ സെലക്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ താഴെ സൗണ്ട് എന്ന് കാണും. സൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. മ്യൂസിക്, സൗണ്ട് എഫക്റ്റ്, യുവർ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മ്യൂസിക്കാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അപ്പോൾ ഒരുപാട് മ്യൂസിക്കുകൾ കാണാൻ സാധിക്കും. നമ്മുടെ ഇഷ്ടാനുസരണം കേട്ടിട്ട് നമുക്ക് ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് സെലക്ട് ചെയ്ത മ്യൂസിക് ആഡ് ആയി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് സ്ലോ ആണ്, കാരണം നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു മ്യൂസിക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമ്പോർട്ടിങ് എന്ന് കാണിക്കും, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 4 സെക്കൻഡിൻ്റെ ഷോർട്സ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈമിനനുസരിച്ച് നീട്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും നമുക്ക് അതൊന്നുകൂടെ വേണമെങ്കിൽ വേറെ സോങ് ഇതിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ബ്രൈറ്റ്, ലവ്, അങ്ങനെ ഒരുപാട് നൈറ്റ്, അങ്ങനെ പല പല തരത്തിലുള്ള മ്യൂസിക്കുകളുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നൈറ്റ് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നൈറ്റ് മ്യൂസിക് അല്ലെങ്കിൽ നൈറ്റ് സോങ് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ താഴെ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും എന്ത് വേണമെങ്കിലും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മ്യൂസിക് കിട്ടുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നമുക്ക് മ്യൂസിക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്കത് ആരോ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്പോർട്ട് ആയി കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇമ്പോർട്ടിങ് കണ്ടില്ലേ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ വോള്യൂം വേണമെങ്കിൽ നല്ല വോള്യൂം ആക്കി കൊടുക്കാൻ പറ്റും. താഴെ വോള്യത്തിൽ പോയി കഴിഞ്ഞാൽ 4 വരെ ആക്കാൻ പറ്റും കേട്ടോ. നല്ല വോള്യമാണ്. വൈറ്റ് ബോക്സിൽ കാണുന്ന പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലോട്ട് പോകും. അപ്പോൾ ഇനിയും നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. കട്ടായിട്ട് വേണമെങ്കിൽ കണ്ടില്ലേ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തോളാം. അപ്പോൾ ആ മ്യൂസിക് തന്നെ വലിച്ച് നീട്ടാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് YT Create ആപ്പിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കാണുക. എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ മ്യൂസിക്കും എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. വെറുതെ നമ്മൾ യൂട്യൂബ് ലൈബ്രറിയിലൊക്കെ പോയി ടൈം കളയാതെ ഈ ആപ്പ് എടുത്തിട്ട് അതിന് നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള മ്യൂസിക്കും അല്ലെങ്കിൽ സോങ്സ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഫ്രീ ആയിട്ടുള്ള മ്യൂസിക് ആണ് കേട്ടോ. കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാത്തത് യൂട്യൂബ് തന്നെ തരുന്ന മ്യൂസിക്കുകളാണ്. അപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പ് മോഡിലാക്കിയിട്ട് തന്നെ നമ്മുടെ ഡാഷ്ബോർഡ് ഡെസ്ക്ടോപ്പ് മോഡിലാക്കിയിട്ട് തന്നെ നമുക്ക് മ്യൂസിക് എടുക്കണമെന്നൊന്നുമില്ല. ഈ ആപ്പിലൂടെയും നമുക്ക് പെട്ടെന്ന് നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ ഈസിയാണ്. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.